ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. വാട്സപ്പിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ വാട്സപ്പിൽ നമ്മൾ വളരെ സെക്യൂർ ആണ് അല്ലേ, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറ്. പക്ഷേ അതിൽ ചില ഫീച്ചേഴ്സിൽ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം മറ്റുള്ളവർക്ക് അനാവശ്യമായിട്ട് പല കാര്യങ്ങളും അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് വാട്സപ്പ് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുറന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വാട്സപ്പിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം വന്നിരിക്കുന്നത്, വാട്സപ്പിൽ ഇനി മുതൽ നിങ്ങൾക്ക് ആർക്കും പ്രൊഫൈൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു വിവോ ഒരു റിയൽമി ഫോൺ ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പം അതിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ റിയൽമി എടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ഈ റിയൽമി ഫോണിൽ കണ്ടില്ലേ, സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷൻ്റെ താഴെ കാണിക്കുന്നത് നോട്ട് അലൗഡ് ബൈ ആപ്പ് എന്നാണ് കാണിക്കുന്നത്. ആപ്പ് അലൗ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഓപ്പോ ഫോണിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാനിവിടെ ഓപ്പോ ഫോൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കാം. ഇവിടെ ഞാൻ ഒരു പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. കണ്ടില്ലേ, ഈ ഒരു ഓപ്പോ ഫോണിലും ഈ വേർഷൻ മാറിയ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നില്ല, സ്ക്രീൻഷോട്ട് നമുക്കിതിൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് കണ്ടേ, സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ആപ്പ് അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഐഫോണിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. ഐഫോണിൽ ഇതേപോലെ തന്നെ ഞാനൊരു ഗ്രൂപ്പിലൊരു പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. ആ പ്രൊഫൈലിൽ നമുക്ക് നേരെ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് നോക്കുന്നത്. പ്രൊഫൈലിൽ നിന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്ത സമയത്ത് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഐഫോണിൽ ഈ ഒരു പ്രശ്നം കാണിക്കുന്നില്ല. പക്ഷേ ബാക്കിയുള്ള രണ്ട് ഫോണിലും ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന പ്രശ്നം, അതായത് പ്രൊഫൈൽ ഇനി മുതൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്നില്ലാണ് വാട്സപ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അറിയിപ്പ്. അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിൽ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇത് കണ്ടില്ലേ, ഇത് സേവ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഗാലറിയിലൊക്കെ സേവ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് ഐഫോണിൽ. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം നിങ്ങളുടെ ഫോണിലും എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.